മരിയൻ ഉടമ്പടിയെക്കുറിച്ച് വചനത്തിലൂടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മരിയൻ ഉടമ്പടിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന പരിശുദ്ധ അമ്മയുടെ ആഹ്വാനമാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ആത്മാവ്. ഈശോ പറയുന്നത് എന്താണ് എന്ന് അത് ചെയ്യുക എന്ന പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈശോ എന്താണ് പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. അതാണ് കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഒരു അന്തസത്ത. നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉടമ്പടിയെപ്പറ്റി ബൈബിളിൽ എന്താണ് പറയുന്നത്, ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഉടമ്പടിയുടെ ആ ഒരു പ്രാധാന്യവും ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. യെശയ്യാ 55 അധ്യായം 3 വാക്യം: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായി സ്നേഹം കാട്ടും. ഈ വചനത്തിൽ പറയുന്നത് ഒരു ശാശ്വതമായ ഒരു ഉടമ്പടി, നമ്മളും ദൈവവുമായി ഒരു എന്നും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടിയിൽ ദൈവത്തിന് നമ്മളോട് സ്ഥിരമായ ഒരു സ്നേഹമുണ്ടാകും. അത് കോൺസ്റ്റൻ്റായി നിൽക്കും, വേരി ചെയ്യുന്ന ഒരു സ്നേഹമായിരിക്കത്തില്ല. ദാവീദിനെ എത്രത്തോളം ദൈവം സ്നേഹിച്ചോ അതുപോലെ നമ്മളെയും സ്നേഹിക്കും. ഈ ഉടമ്പടി എടുക്കുന്നവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ദൈവവുമായിട്ടുള്ള ആ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നവരേക്ക് ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായി നിലനിൽക്കുന്ന ദൈവിക സ്നേഹത്തിൽ അവരും പങ്കാളികളാകും. കൃപാസനത്തിലെ ഉടമ്പടികൾക്ക് നിബന്ധനകളുണ്ട്. ഒരു ക്രൈറ്റീരിയ പറയും, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ആ നിബന്ധനകൾ വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും ലഭിക്കുന്നു. അതാണ് നിബന്ധന ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് നിയോഗങ്ങളും ലഭിക്കുന്നു. അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. ഈശോ പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കൂടെ നടക്കണമെന്നാണ്. വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്ന ഈശോയുടെ ഓരോ നിർദ്ദേശങ്ങളും ഒക്കെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണല്ലോ. ആ വചനത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ആ വചനത്തിലെ നമ്മൾ ഈശോ പറയുന്ന ആ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പാലിച്ച് ഈശോയുടെ കൂടെ നടക്കണമെന്നാണ് പറയുന്നത്. യോഹന്നാൻ 15 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനത്തിൽ എന്താ പറയുന്നത്? നമുക്കിഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോ പറയുന്നൊരു വാക്കാണ്, അത് ഞാൻ നിങ്ങൾക്ക് നൽകും. ഈശോ പറഞ്ഞ വാക്ക് ഈശോ പാലിക്കും. അതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. ഈശോ പറയുന്ന ആ ഓരോ വാക്കുകളും ഈശോ പറയുന്ന വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു. ആ വചനത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഈശോ പറയുന്ന ആ ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഈശോയുടെ വചനത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണം. ആ സ്നേഹത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈശോയുടെ എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചാലും ഈശോ നമുക്കത് സാധ്യമാക്കി തരും. അതാണ് യോഹന്നാൻ്റെ അധ്യായം 15 അധ്യായം 7 വാക്യത്തിൽ പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫിലൊരു ഡിസിഷൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ലൈഫിലൊരു എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസോ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ലൈഫിൽ വരുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺസേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ദൈവവുമായിട്ട് ആലോചിക്കുക. അപ്പോൾ ദൈവം അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ നമുക്ക് തരും. സങ്കീർത്തനം 32 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം.
നല്ലൊരു വചനമല്ലേ? എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നടക്കേണ്ട വഴി എന്താണെന്നുള്ളത് ദൈവം നമുക്ക് പറഞ്ഞു തരും. ആ ഈശോ പറയുന്ന ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കറക്റ്റായിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ദൈവത്തോട് ആലോചിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് നല്ല ഉപദേശങ്ങൾ തരും. നമ്മൾ നടക്കേണ്ട വഴി, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ദൈവം നമുക്ക് തരും. ഈ വചനത്തിലൂടെയാണ് ദൈവം നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. ലൂക്ക 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളിലും നമ്മൾ ദൈവമായിട്ടൊരു കോൺവെർസേഷൻ വേണം. അതുപോലെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലായിക്കൊണ്ട് ഈശോയുമായി ആഴമാർന്ന ഒരു ബന്ധത്തിലൂടെ പോകുവാനായി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിലൂടെ ഈശോ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് നല്ല ഒരു ഉടമ്പടി